ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടി സ്ക്വയർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ടൂളിൻ്റെ റിവ്യൂ ആണ്. നമ്മൾ ഓൺലൈനിലൊരു ബ്രഷ് പർച്ചേസ് ചെയ്തു. ബ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മുടെ ബാത്റൂമിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തും ചുമര ഉരയ്ക്കുക എന്നുള്ളത് ഒരു ടീഡിയസ് ആയിട്ടുള്ള ടാസ്ക്കാണ്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അത് എളുപ്പമാക്കുന്ന ഒരു സൊല്യൂഷനാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു 7-in-1 ക്ലീനിങ് ബ്രഷാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് ആമസോണിൽ പർച്ചേസ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. നമുക്കൊരു സിംഗിൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് 7 യൂസസ് ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് നോക്കി. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണെന്ന് പറയാൻ പറ്റും. സീരിയസ്ലി നമ്മൾ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ടോയ്ലറ്റിൽ നമ്മൾ അല്ലെങ്കിൽ ബാത്റൂമിൽ നമ്മുടെ വാഷ്റൂമിൽ നമ്മൾ ചുമര ഉരയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുള്ള സംഭവം. നിലം നമുക്ക് പിന്നെയും നമുക്കറിയാം, നമ്മുടെ നീളത്തിലുള്ള ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉരയ്ക്കാൻ പറ്റും. പക്ഷേ ചുമര് ഈ നമ്മുടെ സ്റ്റെയിനൊക്കെ തെറിച്ചിട്ട് ഹാർഡ് വാട്ടർ സ്റ്റെയിനൊക്കെ ഒരുപാട് ചുമരിലുണ്ടാവും. നമ്മൾ എത്ര ഉരച്ചാലും പോവില്ല. അത്തരത്തിലുള്ള ഇഷ്യൂസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ജസ്റ്റ് നമ്മുടെ ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് പോലെ ഒന്നുമല്ല, ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത സാധനം എന്ന് പറഞ്ഞു. നമുക്ക് ജസ്റ്റ് ഇതിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇങ്ങനെ രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു ടൂൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. നമുക്ക് ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരാം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഭവം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെഡ്സ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ വന്നിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെഡ്സ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. സോ ജസ്റ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു സംഗതി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് കോർണേഴ്സ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഹെഡാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊരു ബ്രഷ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതെടുത്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഹെഡ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ചുമര് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള സർഫസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡാണ് ഇവിടെ പിന്നെ വന്നിട്ടുള്ളത്. ദെൻ ഇവിടെ ഈ ഒരു രീതിയിലൊരു ഹെഡ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പെക്യുലാരിറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഇത് നമ്മുടെ ഒരു ഒട്ടിപ്പുള്ള അല്ലെങ്കിൽ ഒരു അധിസീവ് ആയിട്ടുള്ളൊരു സർഫസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ ചെരുപ്പിലൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് കൈൻഡ് ഓഫ് സ്റ്റഫാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇത് ബേസിക്കലി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പാക്കറ്റിൽ കണ്ടില്ല, ഈ ഒരു പാക്കറ്റിൽ നമുക്ക് 1, 2, 3, 4 ടൈപ്പ് ഓഫ് ഹെഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാറ് വാഷ് ചെയ്യാൻ പോലെയുള്ള അതിൻ്റെ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് ഒക്കെ ഈ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഹെഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കിതിൽ ഒട്ടിച്ച് വെക്കാനായിട്ട് സാധിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ആക്ച്വലി ഇങ്ങനൊരു ഹെഡ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട കോർണറിൻ്റെ പോലെ തന്നെ ചെറിയൊരു ബ്രഷുമാണ് പിന്നെ വന്നിട്ടുള്ളത്. സോ ഇത്രയും ഹെഡുകളാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ 1, ദെൻ 2, 3 ഈ 3 പുറമെ ഇതിൻ്റെ അകത്ത് 4 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹെഡുകളും കാണാനായിട്ട് സാധിക്കും. സോ ഇത്രയാണ് 7 ഹെഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, മോട്ടറുള്ളൊരു ബ്രഷാണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത്. സോ ഇതിൻ്റെ നീളം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റോഡും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റോഡ് യൂസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. സോ ജസ്റ്റ് ഇത് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൈറ്റിലൊക്കെയാണ് ഉരയ്ക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി. ഓൾസോ ഇതിനകത്ത് വന്നിട്ടുള്ള ബാക്കി 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു USB to C കേബിൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ സംഭവം ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. USB-C ടൈപ്പാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓൾസോ ഒരു പ്രൊഡക്റ്റ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുള്ള ഒരു മാനുവലും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു ബോക്സിൽ വന്നിട്ടുള്ളത്. നമുക്കിനി ജസ്റ്റ് ഈ റോഡിൻ്റെ കേസ് നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈ റോഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. പരിപാടി സിമ്പിളാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് ഒരു സ്ക്രൂ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ പരിപാടി. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്താൽ മതി. ഓക്കെ, നല്ല ബലത്തിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള റോഡാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. മെറ്റലാണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓൾസോ നമ്മുടെ മെയിൻ യൂണിറ്റിക്ക് നമുക്ക് വരാം. ഇതാണ് നമ്മുടെ മെയിൻ മോട്ടോർ യൂണിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ഓൺ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാറ്ററി ലെവൽ ഇൻഡിക്കേഷൻ കാണാനായിട്ട് സാധിക്കും.
ഓൾസോ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചാർജ് ചെയ്യാനുള്ള പോർട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു C-ടൈപ്പ് പോർട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള യൂണിറ്റാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. നമുക്കിതിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് സ്ക്രൂ ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഇതിലൊന്ന് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടില്ലേ, ഈ ഒരു ഇതിൽ സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കിത് ഇങ്ങനെ ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിലൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഓൾസോ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ഈ ഒരു എക്സ്ട്രാ വന്നിട്ടുള്ള 4 എണ്ണത്തിൻ്റെ പാക്കറ്റ്സ് നമുക്ക് പൊട്ടിക്കാം. അതുകൂടെ ജസ്റ്റ് നോക്കാം. ദാറ്റ് ഈസ് നോക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ജസ്റ്റ് ഈ പാക്കറ്റ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് അതല്ലേ, ഈ ഒരു രീതിയിലുള്ള ഒരു ഹെഡ് വന്നിട്ടുണ്ട്. ദെൻ ഇത്തരത്തിലൊരു ഹെഡ് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹെഡ് വന്നിട്ടുണ്ട്. നമുക്ക് പോളിഷിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഹെഡാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ ഫുഡിൻ്റെ നമ്മുടെ പാത്രം ഒക്കെ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറിൻ്റെ ഒരു ടൈപ്പ് ഹെഡാണ് വന്നിട്ടുള്ളത്. ദെൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ഹെഡുമാണ് വന്നിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ ഹെഡ് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈ ഒരു ഹെഡ് കണ്ടില്ലേ, ഈ ഒരു പ്ലെയിൻ ഹെഡിൽ നമുക്കറിയാം ഈ ഒരു ഭാഗം ജസ്റ്റ് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് സ്റ്റിക്ക് ചെയ്തിരിക്കും. കണ്ടില്ലേ, ഇത് സ്റ്റിക്ക് ചെയ്തിരിക്കും. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മാറ്റാം. ഇത് നമുക്ക് ഇത് ഒട്ടിക്കാം. ഈ ഒരു രീതിയിലാണ് എന്താണ് ഇതിൻ്റെ ഒരു സ്കീം വന്നിട്ടുള്ളതെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇത് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഹെഡാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷനായിട്ട് പറയാനായിട്ടുള്ളത്. ഞാനിത് ജസ്റ്റ് ഒരു ക്ലീനിങ് ഒക്കെ ചെയ്യുന്നൊരു വീഡിയോ അതിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ള കാര്യം. ഓക്കെ, ബോക്സിൽ ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഈ ഒരു ടൂള് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിലുള്ള ബാറ്ററി ലെവൽ ഇൻഡിക്കേഷനാണ് വരിക. നമ്മളിത് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിയാൻ വേണ്ടി തുടങ്ങും. കണ്ടില്ലേ, ഈ സംഭവം ഇപ്പോൾ ടേൺ ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമുക്കിത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പിന്നെയും പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഓൾസോ ഒരു സ്പീഡ് കൺട്രോൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നിങ്ങൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തു, അപ്പോൾ ഹൈ സ്പീഡിലാണ് റൺ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറയുന്നുണ്ട്, സ്പീഡ് കൂടി, സ്പീഡ് കുറയുന്നു. ഈ ഒരു രീതിയിൽ എന്താണ് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെഡ് പ്ലേസ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഈ ഒരു ഹെഡ് എടുക്കുക, ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഫർദർ നിങ്ങൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇത് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ബോക്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കിത് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. നമുക്ക് ഇതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ തന്നെ അതൊന്ന് റിവ്യൂ ചെയ്യാൻ പറ്റും. കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതിലേക്കൊന്ന് പോകാം. സോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബോക്സ് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ഒന്നുമില്ല, 7-in-1 ക്ലീനിങ് ആണ് നമ്മൾ പറഞ്ഞു. 7 ഹെഡുകൾ ഈ ഒരു ബോക്സിൻ്റെ കൂടെ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് 3 hours എന്നിട്ട് ഓപ്ഷൻ കാണുന്നുണ്ട്. 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ 90 മിനിറ്റ് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇനീഷ്യലി യൂസ് ചെയ്ത് നോക്കി, ഏകദേശം 90 മിനിറ്റിനടുത്ത് ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആക്ച്വലി ഒരു ബാത്റൂം ഫുള്ള് ക്ലീൻ ചെയ്ത് നോക്കി, പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്, നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. ഓൾസോ ഡീസൻ്റ് ആയിട്ട് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു 1-2 ബാത്റൂമൊക്കെ അടുപ്പിച്ച് ഒരു സിംഗിൾ ചാർജിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുള്ളത് ഏകദേശം ഷുവർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓൾസോ മാക്സിമം പവർ എന്ന് പറയുന്നത് 25 വാട്ടാണെന്ന് പറയാൻ പറ്റും. ദെൻ ഗ്രീൻ ചാർജിങ് ആണ്. മൾട്ടിപ്പിൾ ബ്രഷ് ഹെഡ്സ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. വയർലെസ് ക്ലീൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓൾസോ സിംപ്ലിസിറ്റി ഓഫ് ഓപ്പറേഷൻ ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ പിന്നെ 5 volt 1 amp ആണ്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പവർ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ. ദെൻ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് ഹെഡുകൾ നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മെയിനായിട്ട് നമുക്ക് വീട് ക്ലീൻ ചെയ്യാം, നമ്മുടെ വണ്ടി വേണമെങ്കിൽ നമുക്ക് ഇതിൽ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. കാർ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. നമുക്കറിയാം, നമ്മൾ കൈ വെച്ച് കഷ്ടപ്പെട്ടിരുന്ന് ഉറക്കുകയാണ് ചെയ്യുക. ഇത് ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഹെഡ് കറക്റ്റ് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി. സോ ഇതിലെ ലാർജ് ബ്രഷ് എന്ന് പറയുന്നത് ലിവിംഗ് റൂം ഫ്ലോർ യൂസിന് വേണ്ടിയിട്ട് ഇതിൽ പറയുന്നത്. നമുക്കതിൽ വന്നിട്ടുള്ള വലിയൊരു ബ്രഷ്, നമുക്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഈ ഒരു വലിയ ബ്രഷ് എന്ന് പറയുന്നത് ആക്ച്വലി ലിവിംഗ് റൂമിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. സ്മോൾ ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഹുഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് വേണ്ടി യൂസ് ചെയ്യാം. പോയിന്റഡ് ബ്രഷ് എന്ന് പറയുന്നത് കോർണേഴ്സ് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ബാത്റൂം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ചുമര് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. പക്ഷേ കോർണേഴ്സിൽ നമുക്കിത് വെച്ച് എത്തില്ല. സോ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു കോർണർ ബ്രഷ് അതിൻ്റെ അകത്തുണ്ട്. സോ പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ഒക്കെ ഫുൾ ഉരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഹെഡ് എന്ത് ചെയ്യാം, ഹെഡ് ഊരാൻ എളുപ്പമാണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് വലിച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു. ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇതിൽ പിടിച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫിക്സ് ആവുകയും ചെയ്യും. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഹെഡ്
സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ കോർണർ ബ്രഷിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ ക്ലോത്തിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലോത്ത് മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ വന്നിട്ടുള്ള ഈ ഒരു നീല കളറിലുള്ള ഈ ഒരു ക്ലോത്ത് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് വിൻഡോ ക്ലീൻ ചെയ്യാണെന്നാണ് പറയുന്നത്. നമുക്ക് വിൻഡോ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഹെഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൂൾ ക്ലോത്ത് വന്നിട്ടുണ്ട്, ഒരു കമ്പിളി പോലത്തെ ഒരു ക്ലോത്ത് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇത് നമുക്ക് കാർ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു വൂളിന്റെ മെറ്റീരിയലാണ് അവിടെ വന്നിട്ടുള്ളത്. കാർ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ഓൾസോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ടേബിൾ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇവർ ബോക്സിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻ. നമുക്ക് ടേബിൾ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈ സ്ക്രബ്ബർ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറിന്റെ പോലത്തെ ഈ ഹെഡ് എന്ന് പറയുന്നത് നമുക്ക് ഹെവി ആയിട്ടുള്ള ഓയിൽ സ്റ്റെയിൻസ്, എണ്ണക്കറയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഹെഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്തത് ഏകദേശം 1400 രൂപയ്ക്കാണ്. പക്ഷേ വർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു എമൗണ്ടിന് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഉള്ള, കുഴപ്പമില്ലാത്തല്ല, നല്ല പെർഫോമൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത് നോക്കിയതുമാണ്. നല്ല വൃത്തിയാവുന്നുണ്ട്. നമ്മൾ എങ്ങനെ കൈകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ മൂവ്മെന്റ് നമ്മൾ കൈകൊണ്ട് എങ്ങനെ ചെയ്താലും ക്ലീൻ ആവാൻ നല്ല ബുദ്ധിമുട്ടാണ്. അവസാനം കൈ നല്ല പണി തരികയും ചെയ്യും. സോ അത് വളരെ ഈസി ആക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിൽ വന്നിട്ടുള്ളത്. സോ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് കമന്റിൽ അറിയിക്കുക. ഓൾസോ നമുക്ക് ഇതൊരു ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ആഡ് ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.